യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ടൈമിൽ അവർക്ക് ഫുഡ് ഇവർ കൊടുത്തിരിക്കണം. അപ്പോൾ അവന് ഫുഡിൻ്റെ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഡേ ടൈമിൽ ഫുഡ് വേണ്ട, രാത്രി വർക്കുള്ളവർക്ക് ഡിന്നർ വേണ്ട. അവന് മാക്സിമം ഒരു ടൈമിൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസ് വരുള്ളൂ. പിന്നെ 90% ടൈമിലും ഇവർക്ക് അക്കോമഡേഷൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതായി അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഇതിൽ മിനിമം 2000 യൂറോ കിട്ടുമ്പോൾ നമ്മൾ വഴി പോണവർക്ക് ഇത് ചിലവൊരു പ്രശ്നമല്ല. പിന്നെ ഗ്രൂപ്പായിട്ട് പോകണ കാരണം അവർക്ക് ഗ്രൂപ്പിൽ 10 ആൾക്ക് 20 ആൾക്ക് ഒരു റൂം എടുക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്ത് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ള സിംഗിളായിട്ട് പോകണേലും പൈസ വളരെ കുറേ കിട്ടും. കമ്പനിക്ക് തന്നെ അവർക്ക് അവിടെ ഇപ്പോൾ ജർമ്മൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മളുടെ വഴി പോകുമ്പോൾ വളരെ പൈസ കുറവിൽ എക്സ്പെൻസ് വളരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി അവന് ഒരു 1,75,000 6 മാസത്തെ കോഴ്സുകൾക്കും എല്ലാത്തിനും കൂടി വേണ്ടി വരാം. മറ്റുള്ളൊരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അവന് മിനിമം 6 lakh സർവീസ് ക്യാഷ്, പിന്നെ ബാക്കിയുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്ലസ് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ദെൻ വിസ പ്രോസസ്സിങ് ഇപ്പോഴത്തെ നില വെച്ചിട്ട് ഒരു 8,000 രൂപയും, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് ഡിപ്പെൻസാണ്.